This is 24. എല്ലാ പ്രേക്ഷകർക്കും TTS ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള 24ന്റെ പ്രേക്ഷകർക്ക് ഞാൻ വിഷു ആശംസകൾ നേരുന്നു. എനിക്കറിയാം അല്പം താമസിച്ചു പോയി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ. നിങ്ങൾക്കറിയാം 24 എന്ന ഈ വാർത്താ ചാനലിൻ്റെ ആദ്യത്തെ വിഷുവാണിത്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി സംപ്രേഷണം ആരംഭിച്ച ഈ വാർത്താ മാധ്യമത്തിന് ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾ നൽകിയ സ്വീകരണത്തിന് എപ്പോഴും ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ സ്ഥാനമെന്നറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി, അല്പം ലേറ്റായി പോയെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം ബിഗ് ഫൈറ്റിൻ്റെ പ്രത്യേകത എന്താ? TTS, അതായത് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സംവിധാനം ഉപയോഗിച്ച് വളരെ വിദൂരത്തിലിരിക്കുന്ന ആളുകളെ കൊച്ചി കാക്കനാട്ടുള്ള 24ന്റെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്ന ഒരു സാങ്കേതിക രീതിയാണ് ഇതിൽ അവലംബിക്കുന്നത്. ഇതിനു മുമ്പ് കാനം രാജേന്ദ്രനെ പോലെയുള്ള സമുന്നതരായ നേതാക്കന്മാരും ഒക്കെ ഇതിൽ വന്നുപോയി. അതുപോലെ T. സിദ്ദിഖ്, അതുപോലെ ഹൈബി ഈഡൻ, ഈ 3 ആളുകൾ ഇതിനകം ഈ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് നോക്കി. ഒരുപക്ഷേ ദക്ഷിണേന്ത്യയിൽ ഈ സാധ്യത ഉപയോഗിക്കുന്ന പെർഫെക്റ്റായി ഉപയോഗിക്കുന്ന ആദ്യത്തെ TV ചാനൽ 24 ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനവും, അതുപോലെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് നിന്നുമാണ്. കോട്ടയത്ത് നിന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരും. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് ശ്രീ അൽഫോൺസ് കണ്ണന്താനവും ചേരുന്നു. ബിഗ് ഫൈറ്റ്, TTS ബിഗ് ഫൈറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോയുടെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ വിദൂരത്തിലിരിക്കുന്ന നിൽക്കുന്ന ഒരാളെ ഈ വിർച്വൽ സ്റ്റുഡിയോയിലെ, കൊച്ചിയിലെ കാക്കനാട്ടുള്ള 24ന്റെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഇടത്തും വലത്തും നിർത്തി സംസാരിച്ച് വളരെ അടുത്ത് നിന്നവർ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ സാങ്കേതിക സാധ്യത പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ കാത്തു നിൽക്കുന്ന നമ്മുടെ മന്ത്രിയും അതേപോലെ എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയുമായ അൽഫോൺസ് കണ്ണന്താനം വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, സ്വാഗതം ഈ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക്. ഇതൊരു ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനമാണെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് നടുവിൽ നിന്നാണ് താങ്കൾ വന്നതെന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട് പര്യടനമൊക്കെ? ആദ്യമായിട്ട് തന്നെ ശ്രീകണ്ഠൻ നായർ വിഷുവിൻ്റെ ആശംസകൾ നേരുന്നു. സന്തോഷത്തിൻ്റെ ദിനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രചാരണമൊന്നും ചെയ്തില്ല കേട്ടോ. ഇന്ന് സന്തോഷിക്കാൻ വേണ്ടി അങ്ങ് മാറ്റിവെച്ചു. ഇന്ന് ഒരു ദ്വീപിൽ പോയി ഒത്തിരി ആൾക്കാരോട് കണ്ടു, ബോട്ടയിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു സ്പെഷ്യൽ ചിൽഡ്രൻ്റെ കുട്ടികളുടെ അവരുടെ കൂടെ പോയി ഇന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവരുടെ കൂടെ ഭക്ഷണം വിളമ്പി കൊടുത്തി. അതാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത് ഒരു യുദ്ധമായിട്ടല്ല. യുദ്ധമാണെങ്കിൽ തന്നെ യുദ്ധമാണ്. ഞാൻ ഇതങ്ങ് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കാരണം ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എതിരാളികളെ കാണുന്ന ശത്രുക്കളായിട്ടല്ല. അവരെ കണ്ടാലും വളരെ സൗഹൃദമായിട്ടാണ് ഞാൻ പെരുമാറുന്നത്. താങ്കളെ ആസ്വദിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, പലപ്പോഴും ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതും താങ്കളുടെ പ്രശ്നമല്ല. ഇപ്പം ട്രോളുകൾ മുഴുവൻ ഇപ്പോൾ താങ്കളെ കുറിച്ചാണ്. ഇപ്പോൾ ഡൽഹിയിൽ പോയി നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെ താങ്കൾ ഇടിച്ചു നിരത്തിയ കാലം മുതൽ താങ്കൾ സാമൂഹ്യ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ആയിരുന്നു. ഇപ്പോഴും താങ്കൾ ട്രോളുകളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഈ ട്രോളുകളെ താങ്കൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്നാണ് എൻ്റെ സംശയം. ചേട്ടന്മാരെ, ആര് ഈ ട്രോളിനെ പറ്റി ബോധർ ചെയ്യുന്നു? ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. ആകെ നമുക്ക് ഇത്ര വർഷമേ കിട്ടുകയുള്ളൂ. അതിനകത്ത് ഒരു വർഷം 365 ദിവസം 24 മണിക്കൂർ. എനിക്കതിനകത്ത് ആ ജീവിതത്തിൽ ഞാൻ പണ്ടേ തീരുമാനിച്ച, ഞാനിവിടെ ജനിച്ചിരിക്കുന്നത് ഞാൻ ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി. അത് ഞാൻ ചെയ്യും. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും, ശ്രീകണ്ഠനാർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഡൽഹിയിലെ മഫിയയുടെ 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പൊളിച്ചു. അവരെൻ്റെ ഭാര്യയെ അടിച്ച് രക്തക്കളത്തിലിട്ട് മരിച്ചു എന്ന് പോയി. നമ്മൾ തോക്കും കൊണ്ടാണ് നമ്മൾ 8 വർഷം നടന്നത്. ഇതൊന്നും എനിക്ക് കാര്യമല്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കുറേ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ്, കാരണം ഈ കോൺഗ്രസിൻ്റെയും ഈ LDFൻ്റെ എല്ലാം ഭരണം കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോകാൻ പറ്റാത്തവർ എല്ലാം വലിയ ഫ്രസ്ട്രേഷൻ. രാവിലെ എഴുന്നേറ്റ് വരുന്ന തന്നെ ആരെയെങ്കിലും ഒന്ന് കൊല്ലണമെന്ന് വെച്ചോണ്ടാണ്. അവർ ഈ കുന്തം എടുത്തുകൊണ്ട് രാവിലെ കാപ്പി കുടിക്കുന്നതിൻ്റെ കൂടെ ഈ കുന്തം എടുത്തുകൊണ്ട് ആരെയെന്ന് വധിക്കുന്നത് അങ്ങ് തീരുമാനിക്കും.
പതിച്ചോട്ടെ, ചിരിച്ചോട്ടെ, ചിരിച്ച് ചത്തോട്ടെ, ശ്രീ അൽഫോൺസ് കണ്ണന്താനം, താങ്കൾക്ക് നേരിടാനുള്ള ആള് വന്നു കഴിഞ്ഞു. അപ്പം കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് നിന്ന് ഈ വിർച്വൽ സ്റ്റുഡിയോയിൽ, കാക്കനാട്ടുള്ള ഈ വിർച്വൽ സ്റ്റുഡിയോയിൽ ചേരുകയാണ്. നിങ്ങൾക്കറിയാം, ഈ TTS എന്ന ഈ സംവിധാനത്തിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, വളരെ വിദൂരത്ത് നിൽക്കുന്ന ആളുകളെ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ച് കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടിറക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്വാഗതം താങ്കൾക്ക്. ശ്രീ തിരുവഞ്ചൂർ, നമസ്കാരം. താങ്കൾക്ക് വിഷു ആശംസകൾ. എനിക്കറിയാം താങ്കൾ കടുത്ത തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. താങ്കൾക്ക് ഈ സാങ്കേതിക സാധ്യതയാണെന്ന് കരുതി താങ്കൾക്ക് കാലും കയ്യും ഒക്കെ ഇട്ട് അനക്കി ഇതിനകത്ത് പ്രവർത്തിക്കാം, ഒരു പ്രശ്നവുമില്ല. താങ്കൾ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നെങ്കിൽ ഇപ്പോൾ താങ്കൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുക, മനസ്സിലായി കാണുമല്ലോ. അതാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങേ അടുത്ത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എന്തൊക്കെയാണ് അങ്ങയുടെ വിശേഷങ്ങൾ? ഇന്നത്തെ തിരക്കെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരും തോറും തിരക്കിൻ്റെ ഒരു ആധിക്യം വർദ്ധിക്കുകയും ചെയ്യും. അതാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങയ്ക്ക് നേരിടാനുള്ള ആൾ NDA-യുടെ സ്ഥാനാർത്ഥി ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ്. അദ്ദേഹം പറയുന്നത് ഈ ട്രോളുകളെയൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ ശ്രീ തിരുവഞ്ചൂരോട് ചോദിക്കട്ടെ, കേരളത്തിലിപ്പോൾ സർവേകളൊക്കെ പറയുന്നത് UDF-ന് സാധ്യത കൂടുന്നു എന്നാണ്. എന്നാൽ നിങ്ങളുടെ എതിർപക്ഷം പറയുന്നത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിലൊന്നും ആളുകളൊന്നും കാണത്തില്ല, എല്ലാവരും BJP-യിലേക്ക് ചേക്കേറും. മാത്രമല്ല, K. സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞതുപോലെ ഞാൻ BJP-യിലേക്ക് പോയിട്ടില്ലേ എന്ന് വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാരൻ നിങ്ങളുടെ ശത്രുക്കൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. പ്രത്യാശയാണ് ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഈ പ്രത്യാശയുമായിട്ട് അവർക്ക് നടക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതിനേക്കാൾ എത്രയോ അകലെയാണ്. യാഥാർത്ഥ്യം ഇവിടെ ഡൽഹിയിൽ BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് തന്നെ. അങ്ങനെ മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടി BJP-യിൽ പോകുമെന്ന് പറയുമ്പോൾ അവർക്ക് ഈ ചൂടിൻ്റെ എന്തോ അസുഖമുണ്ട് എന്ന് തന്നെ വിചാരിക്കാതിരിക്കാൻ കഴിയില്ല. ചൂടിൻ്റെ അസുഖം. അതുകൊണ്ട് 2 ചേരിയിൽ നിന്ന് 2 രൂപ 2 ധ്രുവങ്ങളിൽ നിന്ന് മത്സരിക്കണം. ഞാൻ നമ്മുടെ ഈ കണ്ണന്താനം അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് ട്രോളുകളും തമാശ കഥകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇത്തരം സാമൂഹ്യ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ നേരിട്ടേ പറ്റൂ, എന്നാലും താങ്കൾ എങ്ങനെയാണ് ഇതിനെ വളരെ ഗൗരവമായി കാണുമോ, അതോ ഇതൊക്കെ കാര്യമില്ലെന്ന് എന്നുള്ളത് തള്ളിക്കളയൂ? ഞാൻ ഒട്ടും ഇതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ഇതൊക്കെ ഓരോരുത്തരുടെ കലാവിരുദ്ധ അനുസരിച്ച് പൊയ്ക്കൊള്ളും. ചില ആളുകൾക്ക് അതിനകത്താണ് ആ ടാലൻറ്റ്, അവരത് ചെയ്തു കൊടുക്കട്ടെ. കാർട്ടൂൺ വരയ്ക്കുന്ന ആളിനോട് നാളെ കാർട്ടൂൺ വരയ്ക്കരുതെന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവർക്ക് കാർട്ടൂൺ വരച്ചാണെങ്കിലേ അവർക്ക് അവരുടെ ടാലൻറ്റ് പ്രദർശിപ്പിക്കാൻ കഴിയും. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വാണക്കുറ്റി എന്ന് പറയുന്ന ഒരാളാണ്, നല്ല തമാശ പറയുന്ന ആളാണ്. ശ്രീകണ്ഠൻ നായർക്ക് നന്നായിട്ട് അറിയും, നന്നായിട്ട് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. സരസൻ എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. സരസൻ എന്ന് പറയുന്ന ഒരു മാസിക ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതിൽ ആളുകളെ അപമാനിക്കുകയും ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്ത് എത്രയോ കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ കാര്യമായി എടുക്കേണ്ട. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒത്തിരി കരികില കാണും, കല്ല് കാണും, ഒക്കെ കാണും. കല്ലാണ് പ്രശ്നം അല്ല കരികിലിയാണ് പ്രശ്നം എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? ഒന്നുകിൽ വഴി മാറിപ്പോകും, അല്ലെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ എൻ്റെ ഇടയ്ക്കെങ്ങാനും ഈ പരിപാടി കാണേണ്ടി വന്ന പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഇടത്തു ഭാഗത്ത് നിൽക്കുന്നത് എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി മന്ത്രി അൽഫോൺസ് കണ്ണന്താനമാണ്. വലതുഭാഗത്ത് MLA-യും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം കോട്ടയത്ത് നിന്ന് സംസാരിക്കുന്നു. അൽഫോൺസ് കണ്ണന്താനം കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് സംസാരിക്കുന്നു. രണ്ടുപേരും കൂടി പറന്ന് എൻ്റെ ഇടത്തും വലത്തുമായി കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിൽ നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരോടായിട്ട് പറയുക, ഇവർ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കിക്കണമെന്ന് തോന്നിയാൽ അപ്പം തർക്കിച്ചോണം, കാത്തു നിൽക്കരുത്. ഈ സാങ്കേതികവിദ്യ നിങ്ങളെ തടയത്തില്ല, നിങ്ങൾ പറഞ്ഞോണം. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, കൊച്ചിയിലെ നിങ്ങളുടെ സാധ്യത എങ്ങനെയാണ്? അവിടെ ഇപ്പം IB ഈഡന് മുന്നോക്കം കിട്ടുന്നു എന്ന് സർവേകൾ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളൊരു പ്രചരണത്തിൻ്റെ കാര്യത്തിൽ കൊടുങ്കാറ്റ് പോലെ ആകും എന്ന ആളുടെ പ്രതീക്ഷയെങ്കിലും അങ്ങനെ ആയി എന്ന് കരുതുന്നുണ്ടോ? ഒന്നാമത് ഞാൻ എൻ്റെ സുഹൃത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വിഷുവിൻ്റെ ആശംസകൾ നേരുകയാണ്. കാരണം തിരുവഞ്ചൂർ കോട്ടയത്തു നിന്നാണ്. അപ്പോൾ കോട്ടയം എൻ്റെ ടൗൺ ആയിരുന്നു. ഞാൻ കളക്ടറായിരുന്നു. ഞാൻ ആ ജില്ലക്കാരത്തിയാണ്. അപ്പോൾ
വളരെ സന്തോഷമുണ്ട് അങ്ങയുടെ പങ്കെടുക്കാനായിട്ട്. ഞാനിവിടെ വന്നത് ഇപ്പോൾ ഒരു 3 ആഴ്ച കഷ്ടിച്ചായുള്ളൂ. ഞാൻ വന്നപ്പോഴത്തേക്ക് തന്നെ കൊച്ചിയിലെ എല്ലാ ഭിത്തികളും മൊത്തം നിറഞ്ഞിരുന്നു. UDF കാൻഡിഡേറ്റിൻ്റെ LDF സ്ഥാനാർത്ഥിയുടെയും ഈ പോസ്റ്റർ കൊണ്ട്. പിന്നെ ഒരു ആകാശം വരെ മുട്ടുന്ന ബിൽ ബോർഡുകൾ ഇവരുടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കൊച്ചി കാണാൻ പറ്റുന്നത് ഈ ഒരു 10,000 പോസ്റ്റർ ഉള്ളതിൻ്റെ ഒരു മൂലയ്ക്ക് എൻ്റെ ഒരു കുഞ്ഞൊരു പടം കാണുമായിരിക്കും. എൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് ലേറ്റായിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്നെ നോമിനേറ്റ് ചെയ്തു 20 ദിവസം മുമ്പാണ്. അന്നിവിടെ വന്നു. ഞാൻ അന്ന് ഒന്നുമല്ലായിരുന്നു എന്ന് പറയാം. കാരണം ഞാൻ പുറത്തുനിന്ന് വന്നൊരു സ്ഥാനാർത്ഥിയാണെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് മന്ത്രിയായിരിക്കുന്ന ഒരാൾ കോട്ടയംകാരൻ ഇതാ എറണാകുളത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഏറ്റവും മുൻപിൽ നിൽക്കുന്നു. വളരെ രസകരമായിട്ട് ജനങ്ങളൊക്കെ കൊച്ചിയിലെ ആൾക്കാർക്ക് വളരെ സ്മാർട്ടാണ്. അവർ ചിന്തിക്കുന്ന ആൾക്കാരാണ്. കൊച്ചിക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന് അവർ ചിന്തിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ. താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ BJPയുടെ സമുന്നതരായ നേതാക്കന്മാർ മുഴുവനും പ്രധാനമന്ത്രി ഉൾപ്പെടെ ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് താങ്കൾ എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുമ്പോൾ താങ്കളും ശബരിമലയിലാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ശബരിമലയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ ശബരിമലയിൽ പോയിരിക്കുന്നത്. ഞാൻ 81 സബ് കളക്ടർ അയക്കുമ്പോൾ ശബരിമലയിൽ പോയതാണ്. മന്ത്രി ആയിക്കഴിഞ്ഞ് ഞങ്ങളവിടെ 100 കോടി രൂപ കൊടുത്തിരുന്നു. അതെന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം പോയി. ഈ പ്രളയം കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം പോയി. ശബരിമല എന്ന് പറഞ്ഞ വിഷയം ഈ കേരള ജനതയുടെ വിഷയമാണ്. അത് കേരള ജനതയുടെ വികാരമാണ്. എല്ലാം വികാരമല്ലേ? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മകളുമായിട്ടുള്ള ബന്ധം, ഭാര്യയും ഭർത്താവുമായിട്ട് തമ്മിലുള്ള ബന്ധം, കൂട്ടുകാരും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വികാരമല്ലേ? കേരള ജനതയുടെ ഒരു വികാരമാണ് അയ്യപ്പൻ. ഇപ്പം തന്നെ എരുമേലി എടുത്തോളൂ. ഞാൻ അവിടുത്തെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൻ്റെ ഭാഗമായി എരുമേലി ഇതാ റോഡിൻ്റെ ഒരു സൈഡിൽ ഹിന്ദു ക്ഷേത്രം, മറു സൈഡിൽ ഇതാ മുസ്ലിങ്ങളുടെ മോസ്ക്. ഈ ക്ഷേത്രത്തിൽ വരുന്ന 100% ആൾക്കാരും ഈ മോസ്കിൽ കയറി മുസ്ലിം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഒരു പ്രത്യേക സ്വത്തല്ല. ഇത് കേരളത്തിന്റെ ഒരു വികാരമാണ് അയ്യപ്പൻ. ഞാൻ വരുന്നു കണ്ണന്താനത്തിലേക്ക്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ പല സ്ഥലത്തും NDAക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ളതിനേക്കാളും കുറച്ച് സാധ്യത കൂടിയിട്ടുണ്ട്. വിശ്വാസികളുടെ സംരക്ഷകരായിട്ടാണ് അവർ അവതരിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായ നിയതമായ ഒരു സ്റ്റാൻഡ് UDF എടുത്തിട്ടില്ല എന്ന് വിശ്വാസികൾക്ക് പരാതിയുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥികൾ പിന്നോക്കം പോകും എന്ന് വിശ്വസിക്കാമോ, എറണാകുളം ഉൾപ്പെടെ? അല്ല, ഞങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങളെടുത്തിരിക്കുന്നത് വിശ്വാസികളോടൊപ്പം തന്നെയാണ്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി 150 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുള്ള പദയാത്ര നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ ശബരിമല സീസണിൻ്റെ സമയത്ത് തന്നെ. അതിന് കാരണമുണ്ട്. അതൊരു പരമ്പരാഗതമായ വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നത് ശരിയല്ല. ഒരു കൂട്ടർക്ക് ആ വിശ്വാസത്തെ തകർത്തേ മതിയാകൂ. അതിനു വേണ്ടിയുള്ള കുൽസിതമായ ശ്രമങ്ങൾ അവർ നടത്തുകയാണ്. ആ ശ്രമത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ വിശ്വാസികളോടൊപ്പം നിൽക്കുകയാണ്. വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തോടൊപ്പം നിൽക്കുന്നു എന്നല്ല. ഇവിടെ ഇപ്പോൾ തട്ടമിട്ട മുസ്ലിം കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകളുണ്ട്. നാളെ ഇവരെല്ലാം ഇതെല്ലാം പർദ്ദ മാറ്റണം, തട്ടം മാറ്റണം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ നമുക്ക് ലംഘിക്കാൻ പറ്റുമോ? ആ വിശ്വാസ ലംഘനം സാധ്യമല്ല. പല വിഭാഗത്തിലും ഇതുപോലെ തന്നെയുള്ള ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടന പറയുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ക്യാൻ ബി ഇമ്പോസ്ഡ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങളിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാൻ പറ്റും. എന്താ റീസണബിൾ റെസ്ട്രിക്ഷൻസ്? അതാണ് ഏജ് സംബന്ധിച്ചുള്ള റെസ്ട്രിക്ഷൻ വന്നത്. അതിനെ ഇവർ എതിർക്കുന്നത് എന്തിനാണ്? അതിനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് മുമ്പേ ഇതിനുള്ള പരിശ്രമം നടത്തി. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് സംസാരിക്കുന്നിടയിൽ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എറണാകുളത്ത് അദ്ദേഹത്തിന്റെ വിജയസാധ്യത വളരെ കൂടി എന്ന് പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥി IB ഈഡന്റെ സാധ്യത മങ്ങുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അങ്ങേക്ക് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ അതിനെക്കുറിച്ച്? അദ്ദേഹം ഞാനുമായിട്ട് ഈ കാര്യത്തിൽ യോജിക്കാൻ ഒരു സാധ്യതയില്ല. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഭാഗം പറയും. ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തകൻ, സ്വാഭാവികമായിട്ട് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ യോജിക്കാത്ത ഏക പോയിന്റ് ഇത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്, നല്ല മതിപ്പുമുണ്ട്.
ഈ പോയിന്റിൽ ഞങ്ങൾ തമ്മിൽ ഒരു 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 ബന്ധം ഉണ്ടാവില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ 2 ഭാഗത്തായി നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്കെങ്ങനെ ഒരുമിപ്പിക്കാൻ പറ്റും? ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ അദ്ദേഹത്തെ മുഖത്ത് നോക്കി ആക്ഷേപിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ മുൻകാല ബന്ധങ്ങൾ അദ്ദേഹം കണ്ണന്താനം സാർ എന്തോ താങ്കൾ എന്തോ ഗുരുവാണ് അങ്ങനെ എന്തോ പറഞ്ഞു ശ്രീ കണ്ണന്താനം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നോട് ഈ ചർച്ചയ്ക്ക് മുമ്പ്? തിരുവഞ്ചൂർ ഗുരുവാണെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? യഥാർത്ഥത്തിൽ ശ്രീ കണ്ണന്താനത്തെ കുറിച്ച് എനിക്ക് നല്ല അദ്ദേഹം എൻ്റെ ജില്ലയിൽ കളക്ടറായിരുന്ന ആളാണ്. ശ്രീ കണ്ണന്താനം പറഞ്ഞോളൂ താങ്കൾ പറയാൻ വന്ന പറഞ്ഞോളൂ. അല്ലല്ല, തിരുവഞ്ചൂർ എൻ്റെ നല്ല സുഹൃത്താണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുക്കന്മാരെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഗുരുക്കന്മാർ വേണമായിരിക്കും, പക്ഷേ ഞാനും തിരുവഞ്ചൂരും സുഹൃത്തുക്കളാണ്. അത് വലിയൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കളക്ടറാകുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാവുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആ സൗഹൃദം നമ്മൾ തുടരും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിവിടെ വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. ഞാനിവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഈ ഇലക്ഷൻ പ്രധാനപ്പെട്ട കാര്യം. മോദിക്ക് ഇനി 5 വർഷം കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ ജനതയ്ക്ക് മോദിയുടെ ആവശ്യമില്ല. പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് മോദി 5 വർഷം കൂടെ പ്രധാനമന്ത്രി ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ 4.5 വർഷം കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ 60 വർഷം നടക്കാത്ത കാര്യങ്ങൾ മോദിജിക്ക് ചെയ്യാൻ സാധിച്ചു. എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കണക്ക് പറയാം. 10.5 കോടി ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ വെറും 38% മാത്രം ടോയ്ലറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ. കണക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ശ്രീ കണ്ണന്താനം, ശ്രീ തിരുവഞ്ചൂർ നേരെ എതിർ സ്റ്റാൻഡാണ് ഇക്കാര്യത്തിൽ. ശ്രീ തിരുവഞ്ചൂർ, അതായത് 5 കൊല്ലം കൂടി മോഡിക്ക് നൽകിയാൽ ഇന്ത്യയിലെ സാധുക്കളായ ജനങ്ങൾ രക്ഷപ്പെട്ടു പോകും എന്ന ധാരണ വല്ലതും താങ്കൾ പുലർത്തുന്നുണ്ടോ? ഇല്ല, ഞാൻ നേരെ തിരിച്ച അഭിപ്രായക്കാരനാണ്. കാരണം 5 കൊല്ലക്കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിന് എന്ത് കിട്ടി എന്നൊരു കണക്കുണ്ടാവും. അപ്പോൾ അടുത്ത 5 കൊല്ലക്കാലം കൂടി കേരളം ഇത് സഹിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഞങ്ങളത് വ്യത്യസ്തമായ അഭിപ്രായം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹമായിട്ട് വ്യക്തിപരമായി ഒരു വിരോധവും ഇല്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായി ബഹുമാനവും. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന കണക്ക് വെച്ചാ ആ കണക്കൊന്ന് തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ പറയുന്നത് കള്ളമാണെന്ന് പറയരുത്. 10.5 കോടി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ 38% ടോയ്ലറ്റ് ഉണ്ട് ഇന്ത്യയിൽ. ഇന്ന് 98% ആൾക്കാർക്ക് ടോയ്ലറ്റ് ഉണ്ട്. WHO, UN, IMF, വേൾഡ് ബാങ്ക് എല്ലാം പറയുന്നു ലോക ചരിത്രത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവമാണ്. 6.5 കോടി ആൾക്കാർക്ക് ഇത് LPG ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. 6.5 കോടി, 34 കോടി പുതിയ അക്കൗണ്ടുകൾ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരുമില്ല. ഇത് തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതൊക്കെ ഫേക്ക് അക്കൗണ്ട്, ഇതിലേക്ക് ഒരൊറ്റ പൈസ വരൂല എന്ന്. അതിനകത്ത് എത്ര പൈസ വന്നു എന്നറിയാമോ? 6,10,000 കോടി രൂപ ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് വെറും 12 രൂപയ്ക്ക് ഇത് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് 2 ലക്ഷം രൂപയുടെ, വെറും 360 രൂപയ്ക്ക് ഇത് ലൈഫ് ഇൻഷുറൻസ് 2 ലക്ഷം രൂപയുടെ, 5 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കെല്ലാം പോയി ഇതാ ചികിത്സ നേടാൻ ഫ്രീ ആയിട്ട്. ഇങ്ങനെയുള്ള കണക്കുകൾ കേട്ട് തിരുവനന്തപുരം പേടിച്ചു പോകില്ല ശ്രീ തിരുവഞ്ചൂർ. അതായത് അദ്ദേഹം പറയുന്ന കണക്കുകൾ ചിലപ്പോൾ കൃത്യമായിരിക്കാം. ഞാൻ ചോദിക്കുന്ന പറഞ്ഞോളൂ കണ്ണന്താനം പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ കണക്ക് പറയുമ്പോൾ ഇതാ പിണറായി വിജയൻ തന്നെ ഓരോ പ്രാവശ്യവും തിരുവനന്തപുരത്ത് അല്ല ഡൽഹി വന്നിട്ട് പോകുമ്പോൾ പറയും ഗഡ്കരിയും BJP ഗവൺമെന്റ് ഞാൻ ചോദിച്ചതെല്ലാം തന്നു. ഞാൻ വേണേൽ കണക്ക് പറയാം. ശ്രീകണ്ഠൻ നായർ, കേരളത്തിന് എത്ര പൈസ? എൻ്റെ മിനിസ്ട്രി എടുത്തോളൂ, 550 കോടി രൂപ എൻ്റെ ടൂറിസം മിനിസ്ട്രി തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി കള്ളം പറയുന്നു എന്ന്. അതും താങ്കൾ മറന്നു പോകരുത്. പ്രധാനമന്ത്രി എന്ത് കള്ളം പറഞ്ഞു എന്നാ പറയുന്നത്? അതായത് കേരളത്തിൽ വന്ന് ശബരിമല അയ്യപ്പന്റെ കാര്യം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് തടവിലിടും എന്നൊരവസ്ഥയുണ്ടെന്ന് അതേ കേരളത്തിൽ പുറത്തുപോയി പ്രസംഗിച്ചു പ്രധാനമന്ത്രി. അത് കള്ളമാണെന്ന് കൊല്ലത്ത് നടത്തിയ പ്രസംഗത്തിൽ. പിന്നെ ഞങ്ങളുടെ ആയിരക്കണക്കിന് വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് തെറ്റായ ഫോൾസ് കേസും ക്രിമിനൽ കേസും ചാർജ് ചെയ്ത് ഞങ്ങളുടെ എത്ര ദിവസം ജയിലിൽ കടന്നിരിക്കുന്നത് അറിയോ? ഇതെല്ലാം വിശ്വാസത്തിന്റെ പേരില്ല. ഇങ്ങനെയാണോ ഭരിക്കേണ്ടത്?
ഇതൊക്കെ സ്റ്റാലിനിസ്റ്റും ലെനിനിസ്റ്റും മെത്തഡോളജിയാണ്. വിശ്വാസത്തെ അടിച്ചമർത്താമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കൂല. കേരള ഒരു സെക്കൻഡ് ശ്രീ കണ്ണന്താനം, ശ്രീ തിരുവഞ്ചൂർ 23-ാം തീയതി തെളിയിക്കും. താങ്കൾക്കറിയും പോലെ ഇപ്പൊ കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും പ്രചരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളം വിട്ടുകഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരേ കാര്യത്തിന് കൈപൊക്കും, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈപൊക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടന്ന് അടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ പറഞ്ഞോളൂ. ഞങ്ങൾ ഈ കാര്യം അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ രാഹുൽ ഗാന്ധിയുടെ പടവും രാഹുൽ ഗാന്ധിയുടെ ബാഡ്ജും കുത്തി മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് പിടിക്കുകയാണ്. എങ്കിൽ പിന്നെ ഈ വിന്ധ്യൻ ഇപ്പുറത്തും ആ പണി ചെയ്തുകൂടെ? രാഹുൽ ഗാന്ധിയുടെ ബാഡ്ജും കുത്തി നടക്കുന്നത് കൊണ്ട് എന്താ അവസ്ഥ? ഫോൾസ് പ്രസ്റ്റീജാണ്. പോളിറ്റ് ബ്യൂറോയ്ക്കകത്തുള്ള കേരളത്തിലെ 4-5 ആളുകളുണ്ട്. അവർക്കുള്ള സ്വാധീനം വെച്ച് അവരിതിനെയെല്ലാം ടിൽറ്റ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. എന്നാൽ ആദർശപരമായി അതിനോട് യോജിക്കാത്ത കുറേ ആളുകൾ CPM-ലുണ്ട്. അവരാണ് വ്യത്യസ്തമായ സമീപനമെടുക്കുകയും അവർ രാജീവ് ഗാന്ധിയുടെ ഇവിടെ ബാഡ്ജും കൊത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി നിൽക്കുകയും ചെയ്യുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ ശ്രീ കണ്ണന്താനം പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. അദ്ദേഹം കോടികളുടെ ഒക്കെ കാര്യം പറഞ്ഞു. ഇവിടെ കോടികളിലെ പ്രശ്നം, നമ്മുടെ പ്രശ്നം പരിഹരിച്ചോ എന്നുള്ളതാണ്. വെളിയുടെ വിസർജനത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഈ ടോയ്ലറ്റിൻ്റെ കണക്ക് പറഞ്ഞത്. വെളിയുടെ വിസർജനത്തിന് ഇപ്പോഴും ആളുകൾ പുറത്തേക്ക് പോകുന്നത് മുഖത്ത് കണ്ണുള്ള ഏതൊരാൾക്കും കാണാൻ കഴിയും. അപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ടില്ലല്ലോ. കുറേ കാര്യം ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തതൊക്കെ ഉണ്ടാകും. പക്ഷേ അത് മതിയായിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. അത് മതിയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന WHO ലോകത്തിലെ സകല ഏജൻസികളുടെയും കണക്കനുസരിച്ച്, റിപ്പോർട്ട് അനുസരിച്ച്, ഓഡിറ്റ് അനുസരിച്ച് 98% ആൾക്കാരും ഇന്ന് ടോയ്ലറ്റിൽ പോകുന്നത് മോദിജി ഉണ്ടാക്കിയിരിക്കുന്ന ടോയ്ലറ്റിലാണ്. നമ്മൾ പറയും ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അങ്ങനെ മനസ്സിലാവുമല്ലോ, കാരണം നമുക്ക് പണ്ടേ ഇവിടെ ടോയ്ലറ്റ് ഉള്ളതാണ്. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ത്യയിലെ 80 കോടി ആൾക്കാരും പുറത്തു പോകുന്നത് നമ്മുടെ ഭൂമി, തുറന്ന ഭൂമിയിൽ. ഒരു കാര്യം ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? രാവിലെ നിങ്ങൾ എന്തിനാണ് ജാതിയും മതവും സമുദായവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നത്? ഇങ്ങനെയുള്ള വികസന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വോട്ട് പിടിച്ചുകൂടെ? ഞങ്ങൾ ഇതൊന്നും പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല. ഞങ്ങളുടെ അടിസ്ഥാനം, കേരള ജനതയുടെ അടിസ്ഥാനം. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ കൺഫ്യൂഷനുണ്ട്. അവർക്ക് രാവിലെ ഒരു കാര്യം പറയും, വൈകുന്നേരം ഒരു കാര്യം പറയും അയ്യപ്പനെ പറ്റി. അവർക്ക് യാതൊരു സ്ഥിരതയില്ല. പിന്നെ ഞങ്ങൾ വളരെ ക്ലിയറാണ്. ഇത് കേരള ജനതയുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അത് ഞങ്ങളുടെ വിഷയമാണ്, കേരള ജനതയുടെ വിഷയമാണ്. അത് കോൺഗ്രസിനോട് വിഷയം അല്ലെങ്കിൽ മാറ്റിവെച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം നിർത്തിയാൽ ഞാൻ ആരംഭിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് നല്ല ക്ലാരിറ്റിയുള്ള നിലപാടാണ്. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താ? ഞങ്ങൾ ഈ കാര്യത്തിന് അക്രമത്തിനില്ല. ഞങ്ങളിതിനകത്ത് ഒരു കലാപമുണ്ടാക്കുന്ന സ്ഥലമാക്കി അതിന് മാറ്റുന്നില്ല. ഇത് അയോധ്യയാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പക്ഷേ ആരാധനാ സ്വാതന്ത്ര്യം അത് അവകാശമാണ്, പൗരാവകാശമാണ്. ആ അവകാശത്തെ ലംഘിക്കുന്നവർക്കെതിരായിട്ട് ഞങ്ങൾ ജനങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകും. അതാണിപ്പോൾ അംഗീകരിച്ച്. എനിക്കൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്നത് പോലെയുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനം അവരെടുത്തിരുന്നു എങ്കിൽ നമ്മളുടെ ഭരണഘടനാപ്രദമായി കിട്ടിയിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് ശബരിമല പിലിഗ്രിം അത് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവന്നുകൂടാ? നിയമം കൊണ്ടുവരായിരുന്നല്ലോ. അതിനു മുമ്പാണല്ലോ ഇവിടെ ഈ കോലാഹലമെല്ലാം ഉണ്ടാകുന്നത്. പാർലമെൻറ്റ് അതിനുശേഷം സമ്മേളിച്ചിട്ടുണ്ടല്ലോ. ആ പാർലമെൻറ്റിൽ ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. അവർക്കൊരു ബില്ല് കൊണ്ടുവരുന്നതിന് എന്താ തടസ്സം ഉണ്ടായിരുന്നത്? ആ ബില്ല് കൊണ്ടുവരുന്നത് എല്ലാവരും എതിർത്തുന്നിരിക്കട്ടെ, എന്നാൽ പോലും ആ ബില്ല് പാസ്സാക്കാൻ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തേ അത് പാസ്സാക്കാൻ കഴിയാതെ? നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ഷാബാനുവിന്റെ കേസിൽ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമൂഹത്തെ പ്രീതിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു ബില്ല് കൊണ്ടുവന്നു. BJP അങ്ങനെ ചെയ്യല. സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതി വാദിക്കും. അതാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മാനിഫെസ്റ്റോ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ സുപ്രീം കോടതി മുമ്പിൽ കൊണ്ടുവരും. അല്ലാതെ ഒരാളെ 2 വോട്ട് കിട്ടാൻ വേണ്ടി, പ്രീതിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതി പറഞ്ഞാൽ അതിനപ്പുറത്ത് ഞങ്ങൾ പോകാറില്ല.
ഞങ്ങൾ പോകൂല. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാനൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോടതിയാണ് സുപ്രീം കോടതി. ചോദിച്ചോളൂ. എങ്കിൽ ഞാനൊരു കാര്യം, എങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇപ്പൊ പറയുന്നത്? എന്തിനാണ് പ്രധാനമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും? അവർക്ക് നടപടി എടുത്തുകൂടായിരുന്നു. തിരുവഞ്ചൂർ അങ്ങൊരു വക്കീല, ഞാനും വക്കീല. അങ്ങേക്ക് അറിയാവുന്നതാണ് ഈ വിഷയം ഇപ്പോഴും സുപ്രീം കോടതി മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി കേട്ടുകൊണ്ടിരിക്കുക. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. ഇപ്പൊ സുപ്രീം കോടതി മുമ്പിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതി ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരും. ഇത് ആചാരമാണ്, ഇത് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എന്ന് ഞങ്ങൾ സുപ്രീം കോടതി മുമ്പിൽ ഞങ്ങൾ ആർഗ്യൂ ചെയ്യും. തീരുമാനിക്കും. അങ്ങയ്ക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കേസുണ്ട്, നമ്മളുടെ മുല്ലപ്പെരിയാർ കേസ്. മുല്ലപ്പെരിയാർ കേസിനകത്ത് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിൽ വലിയ ആങ്സൈറ്റി ഉണ്ടായി. കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കേരള നിയമസഭയിൽ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു. അതാ ഡാം സേഫ്റ്റി നിയമം. ഞങ്ങൾ ഡാം സേഫ്റ്റി നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ തമിഴ്നാട് ചോദ്യം ചെയ്തിട്ട് പോലും ആ നിയമം ക്യാൻസലായി പോയില്ല. അത് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഭരണഘടന അനുസരിച്ച് സെൻട്രൽ ലിസ്റ്റിനകത്ത് ഇത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഇതിനകത്ത് നിയമം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഞാൻ അതാണ് നേരത്തെ ഒരു നിയമത്തെക്കുറിച്ച് നമുക്കതിനെക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തേണ്ടി വരും. ഇപ്പൊ നമ്മള് ഈ സാങ്കേതിക സാധ്യതയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കുകയാണ്. ഡാം സേഫ്റ്റിയെ പറ്റി പറഞ്ഞോട്ടെ. ആ ഡാം സേഫ്റ്റി ബിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. അന്ന് ഞാൻ അസംബ്ലി പറഞ്ഞതാണ്, നിങ്ങൾ ഈ നിയമം കൊണ്ടുവന്ന് ഇതിന്റെ പൊക്കം 138 അടിയായിട്ട് നിങ്ങൾ അത് ഫിക്സ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? 138 അടി സേഫ് ആണെന്നാണ് നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് തെറ്റായ നിയമമാണ്, കേരളത്തിനോടുള്ള വഞ്ചനയാണെന്ന് ഞാൻ അസംബ്ലി പറഞ്ഞതാ. ആരും ഒന്നും കേട്ടില്ല. നിയമം പാസ്സാക്കി. എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ഇന്നും ആ ഡാം 136 കറക്റ്റ്. ശ്രീ കണ്ണന്താനം, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായ ഒരു ചർച്ച പിന്നീട് നടത്തേണ്ടി വരും. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് താങ്കൾ എനിക്കറിയാം തിരക്കിന്റെ നടുവിൽ നിന്ന് ഇങ്ങോട്ട് ഈ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങി വന്നതാണ്. താങ്കളെ ഞാൻ രണ്ടുപേരെയും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കോട്ടയത്താണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അപ്പോൾ എന്തായാലും രണ്ടുപേരെയും ഞാൻ തിരിച്ചയക്കുന്നു. ആദ്യം ശ്രീ തിരുവഞ്ചൂർ പോകുന്നു. ശ്രീ കണ്ണന്താനം, താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കൾ മണ്ഡലത്തിലേക്ക് മടങ്ങുക, വോട്ടർമാരെ കാണുക. താങ്ക് യു. കണ്ണന്താനം മടങ്ങുകയാണ്. കണ്ണന്താനം മടങ്ങിപ്പോയി. അപ്പോൾ ഇത് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സംവിധാനം ഉപയോഗിച്ച് വിദൂരത്തിലിരിക്കുന്ന രണ്ടുപേരെ കൊച്ചിയിലെ കാക്കനാട്ടിൽ 24 സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന സംവിധാന സാധ്യതയാണ് നിങ്ങൾ കണ്ടത്. വരും നാളുകളിൽ കൂടുതൽ ബിഗ് ഫൈറ്റുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ ചേരുന്നു. ഗുഡ് ബൈ.